നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5-ലൂടെ കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. ആകെ അസ്വസ്ഥമായല്ലോ മനസ്സ്. ഒരു വിവരവുമില്ലല്ലോ രാജലക്ഷ്മി. എന്ത് വിവരം? അല്ല, നന്ദിനിയെയും മീനാക്ഷി കൊച്ചിനെയും കാർത്തിക് കണ്ടെത്തിയൊന്നും അറിയില്ലല്ലോ. കണ്ടെത്തിയാലും കണ്ടെത്തിയില്ലെങ്കിലും എനിക്കൊരു വിഷമവും. അതെന്റെ വിഷയമല്ല. അത് നിന്റെ വിഷയമല്ല നീ പറയും, പക്ഷേ അത് നിന്റെ വിഷയം തന്നെയാ. മനസ്സ് കലങ്ങുന്ന തീരുമാനങ്ങൾ നീ എടുക്കും, പിന്നെ ആരും അറിയാതെ നീ ഇരുന്ന് കരയും. എന്റെ പ്രാണന്റെ പകുതിയായവളെ എനിക്കറിയില്ലേ. പിണങ്ങരുതെന്ന പ്രതിജ്ഞ എടുത്ത് തുടങ്ങിയ ജീവിതമാണെങ്കിലും ഇടങ്ങിയും പിണങ്ങിയും എത്ര കാലമായി ജീവിക്കുന്നു. നിന്റെ വികാര വിചാരങ്ങളും നിന്റെ മനോവ്യാപാരങ്ങളും എനിക്ക് മനഃപ്പാഠമാണ്. നിന്റെ മനസ്സിപ്പോ കാലവർഷത്തിലെ കലങ്ങിമറിയുന്ന പുഴ പോലാണെന്ന് എനിക്കറിയാം. അത് എനിക്ക് മാത്രമേ അറിയൂ. ഞാൻ അവളെ സ്നേഹിച്ച പോലെ ആരും അവളെ സ്നേഹിച്ചു കാണില്ല. ഞാൻ അരുതെന്ന് പറഞ്ഞതൊക്കെ അവള് ചെയ്തു. ഞാൻ തെറ്റെന്ന് പറഞ്ഞതൊക്കെ അവളുടെ ശരികളായിരുന്നു. പിന്നെ നുണകളെ മാത്രം പറഞ്ഞുകൊണ്ട് അവൾ എന്നെ വെല്ലുവിളിച്ച് ജീവിക്കാൻ തുടങ്ങി. എന്റെ ശത്രുക്കളെ അവളെ മിത്രങ്ങളാക്കിയപ്പോ എനിക്ക് സഹിക്കാനാവോ? മകനെ മനസ്സിൽ നിന്ന് പടികടത്തി വിട്ട് നീറി ജീവിക്കുന്ന ഒരു അമ്മയാ ഞാൻ. മകളായി കരുതിയവളെയും പടിയിറക്കി വിട്ടു. ഇതെല്ലാം സഹിക്കാനുള്ള ശക്തി ഈശ്വരൻ എനിക്ക് തരും. വാക്കുകൾ കൊണ്ട് യുദ്ധം ജയിച്ചു നിൽക്കാനൊക്കെ നിനക്ക് പറ്റും, പക്ഷേ നിന്റെ മനസ്സിനെ കൺട്രോൾ ചെയ്യാൻ പറ്റുമോ? നന്ദിനെ നിനക്ക് മറക്കാൻ പറ്റുമോ? നിന്നോട് ഒരു തെറ്റും ചെയ്യാത്ത നമ്മുടെ കുഞ്ഞുമകളെ നിനക്കിനി മനസ്സിൽ നിന്ന് ഒഴിവാക്കാൻ പറ്റുമോ? എനിക്ക് കൈമളേട്ടാ, എനിക്ക് രാജലക്ഷ്മി, രാജലക്ഷ്മി, എനിക്ക് കൈമളേട്ടാ, രാജലക്ഷ്മി, രാജലക്ഷ്മി, എനിക്ക് അയ്യോ രാജലക്ഷ്മി, കൈമളേട്ടാ, നിനക്കൊന്നുമില്ല. കൈമളേട്ടാ, സാവിത്രി, മാലതി, നിനക്കൊന്നുമില്ല. കൈമളേട്ടാ, ആരുമില്ല ഇവിടെ. എനിക്ക് ശ്വാസം കിട്ടുന്നില്ല. ഒന്ന് വേഗം വാ. കൈമളേട്ടാ, നിനക്കൊന്നുമില്ല. സത്യശീല, വണ്ടി ഇറക്ക്. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.